ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയുടെ മനസ്സമ്മതാട്ടോ, അതായത് എൻഗേജ്മെൻറ്റ് ഒത്തുകല്യാണമെന്ന് പറയും. അപ്പോൾ അതിനായിട്ട് പോവാണ്. ബാംഗ്ലൂരാണ് കല്യാണം ഉള്ളത്. മഴ ആയതുകൊണ്ടേ ബസ്സിൻ്റെ ഡോറും ചില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു. ഭയങ്കര സീനായിരുന്നു. കണ്ണൂരെത്തുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു സ്പ്രൈറ്റൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷമാണ് നോക്കിയായത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ടോ? മമ്മിയാണെങ്കിൽ ഇവിടെ ചായക്കടിയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു 6:05 ട്രെയിൻ, യശ്വന്തപൂർ എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഡ്രസ്സ് കണ്ടപ്പം മമ്മിക്ക് വല്ലാത്തൊരു ചാട്ടം. അപ്പോൾ ആട് പോയിട്ടൊരു ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ കയ്യിലിരിക്കുന്ന ആ ടോപ്പും പാൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പാൻറ്റും ടോപ്പും ഷോളും ആയിട്ട് വരുന്ന ഒരു സെറ്റായിരുന്നു. 500 രൂപ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ പാരൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ടൗണിൽ പോകുന്ന സമയത്ത് അവർ നമുക്കൊരു സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ വാങ്ങിത്തരില്ലല്ലോ. അപ്പോൾ അതേ ട്രിക്ക് ഇവിടെ എടുത്താൽ നോക്കി, പക്ഷേ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞങ്ങളത് വിചാരിച്ചത് വാങ്ങിയേക്കാം. അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ പോയത് ചെരുപ്പിൻ്റെ കടയിലോട്ടായിരുന്നു കേട്ടോ. കുറേ കടകൾ കയറി ഇറങ്ങി. അവിടെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലുള്ള എല്ലാ ചെരുപ്പ് കടയിലും ഏകദേശം ഞാൻ കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് കോളേജിലോട്ട് പോകുന്ന സമയത്ത് ബ്ലാക്ക് ചപ്പൽസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ കളക്ഷൻസ് ഒന്നും നമ്മുടെ ബ്ലാക്ക് ചപ്പലിൽ നമുക്ക് തപ്പിയാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടപ്പെടാതെ വാങ്ങിയ ചെരുപ്പായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു കേട്ടോ. 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എത്രയൊക്കെ പ്രാവശ്യം സ്റ്റേഷനിലെത്തിയാലും ഓർമ്മ വരുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഞാനും മമ്മിയും വളരെ ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങളുടെ റോഡിൻ്റെ പണി നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം കാത്തൊക്കെ നിന്ന് ലാസ്റ്റ് ഓട്ടോ ഒക്കെ പിടിച്ച് ഇവിടെ ട്രെയിൻ വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ട്രെയിനിൽ ഓടി കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കയറാൻ പാടില്ല, പക്ഷെ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഫസ്റ്റ് അവിടെ ഓടിയെത്തിട്ടോ. പക്ഷെ ഞങ്ങളെക്കാളും മുമ്പ് എത്തുന്ന ഒരാളുണ്ട്, ജെസ്സി ആൻറ്റി. ഇപ്പം നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് പറഞ്ഞാൽ എവിടെ പോവുകയാണെങ്കിലും നേരത്തെ അവിടെ എത്തണം കേട്ടോ. സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഞാനും ജസ്റ്റിനും കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുമിച്ചില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വീഡിയോ നോക്കി പഠിച്ച ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻഗേജ്മെൻറ്റിനും പിന്നെ മധുരം വെപ്പിനുമായിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണുന്നത് ആസ് യൂഷ്വൽ ഒരു ട്രെയിനിൽ കയറിയാൽ കാണിക്കുന്ന കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഞങ്ങളായിട്ട് മാറ്റുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ മിററിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ വെറുതെ ഇങ്ങനെ ചളാപ്പുള്ള പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെയിം വൈബിന് പറ്റിയ ഒരാളെ കിട്ടിയാൽ നമ്മളും അതുപോലെ തന്നെ ആവുമല്ലോ. അതായത് നമ്മളിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഡോറിൻ്റെ അടുത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ജോയ്സിയമ്മ പിന്നെ കുറച്ച് പേരൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ഇവിടെ S4 ആണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. ടിക്കറ്റ് എടുത്ത സമയത്ത് 2 ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വരുന്നത് അടുത്ത ബോഗിയിലാട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, കുഴപ്പമില്ല. അവസാനം കാത്തിരിപ്പിന് വിരാമം ഇട്ടോട്ട് അവരെത്തി ഗൈസ്. അപ്പോൾ അവരെ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറിയതിനു ശേഷം ചേച്ചിയും വാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാവക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒത്തുകല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി കല്യാണത്തിന് വരും. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ട്രെയിനൊക്കെ വിട്ടിട്ടോ. എല്ലാവരും ഞങ്ങളെ നോക്കായിരുന്നു. അപ്പുറത്ത് ട്രെയിൻ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊച്ചിനെ കളിപ്പിക്കുന്ന കണ്ടിട്ട് അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറിയ പിന്നെ എല്ലാവരും ജോളിയായി വർത്താനം പറയാൻ തുടങ്ങി. പിന്നെ പ്രധാന പരിപാടിയിലോട്ട് കടന്നു. എന്താണെന്നറിയില്ലേ? തീറ്റ തന്നെ. വെറുതെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, കഴിക്കുക അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജെസ്സി ആൻറ്റിയും ജോസങ്ങളും ഇവള് ജസ്റ്റിനെയും കൂടി അപ്പുറത്തെ ബോഗിയിലാണ്. അവൾ പിന്നെ എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു. ബാഗും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാധനത്തിന് നിങ്ങൾ എന്താ പറയുക? ഞങ്ങൾ തൊണ്ടക്കുഴൽ എന്ന് പറയും, ഉണ്ടക്കുരലെന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇതുപോലെ കഴിക്കാനാണ് ഇത് അടിപൊളി. അപ്പോൾ ജെസ്സി ആൻറ്റിക്ക് അപ്പുറത്തോട്ടേക്ക് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് കഴിക്കും, അവിടെ കൊണ്ടുപോകും, അവിടുന്ന് കഴിക്കും, ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കൽ തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഫാമിലി ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെ കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് വേറെ ഫീലാണ്. പക്ഷേ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അത് ഒരു പ്രത്യേകതരം ഫീലാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു രാത്രി വർത്താനം പറയുക, പാട്ട് പാടുക. ഞങ്ങളവിടെ ഗാനമേള ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബോഗിയിൽ. ഞങ്ങളുടെ S4-ൽ ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷമാണ് അവിടെ ഒരു നിശബ്ദത ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ വലിയ ഘോഷവും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാവരും സൗണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ബോഗിയിലുണ്ടായിരുന്നവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അത് പറയാൻ കാരണം
സൈഡിലായിട്ട് വല്യാപ്പൻ്റെ, ഇത് വല്യാപ്പനാട്ടോ, ആളുടെ സൈഡിലിരിക്കുന്ന ആൾ, അതായത് സൈഡ് അപ്പറിൻ്റെ അകത്തുള്ള ആൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളോട് ഇരുന്നോ, കിടക്കാറാവുന്ന സമയത്ത് അവിടെ വന്ന് കിടന്നോളാം എന്നുള്ള രീതിയിലായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കായിട്ട് അവരൊരു സ്പേസ് ഒരുക്കി തന്നുള്ളൊരു ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞാൽ പാട്ടും മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയി. കാർമൽ റാം ആട്ടോ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അവിടെ ഒരു 6:15 ആ ഒരു ടൈം ആവുന്ന സമയത്തേ എത്തുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ടൈമുണ്ട്. പക്ഷെ അത്രയും നേരമൊന്നും ഒന്നുമില്ല കേട്ടോ, ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും കിടന്നായിരുന്നു. കാരണം ലൈറ്റൊക്കെ ഓഫ് ആക്കണമല്ലോ നമുക്ക്, ബാക്കിയുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാലും ഒരു 10:30 വരെയൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു പാട്ടിൻ്റെ രൂപത്തിലാട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ആൻറ്റിമാരിലെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ എല്ലാം ഒരേ രീതിയാണ്. അതായത് ഒന്നൊന്നിനും വെച്ചെന്നുള്ള രീതിയിൽ അല്ല, എല്ലാം ഒരുപോലെ. പാട്ട് പാടുവാണെങ്കിൽ എല്ലാവരും പാട്ട് പാടും, ഡാൻസ് കളിക്കുകയാണെങ്കിൽ എല്ലാവരും, എന്തിനും വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കും ഞങ്ങളായാലും ഡാൻസിനായാലും ഇതിനൊക്കെ ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. കാരണം അന്നത്തെ ഒരു രാത്രി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു, ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും. എല്ലാവരുടെയും പാട്ടൊക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവർക്ക് ഇതൊക്കെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളിടാം. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.